നമ്മുടെ ഉള്ളിൽ ഒരു ദൈവസ്നേഹം ഉണ്ടായിരിക്കണം, ഒരാദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. ആ സ്നേഹത്തിൽ കൊണ്ട് മാത്രം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എളിവിൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇവിടെ ഈ 2-ാം അധ്യായത്തെ വിവിധ ഭാഗങ്ങളായി തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ പരിശോധന എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാനായിട്ട് കഴിയും. അതുപോലെ 7-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ ആദ്യ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ 18-ാം വാക്യം മുതൽ 27-ാം വാക്യം വരെ നോക്കുകയാണെങ്കിൽ അവിടെ എതിർ ക്രിസ്തുവിനെതിരായ മുന്നറിയിപ്പുകളെക്കുറിച്ച് കാണുന്നു. അതിനുശേഷം താഴെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്നും അവിടെ കാണപ്പെടുന്നു. ഒരു പക്ഷേ ഈ ഭാഗം നമ്മൾ ഓരോരുത്തരും വായിച്ചതായിരിക്കാം, ഇന്ന് വായിച്ചവരായിരിക്കാം എന്നെ കേൾക്കുന്നത്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇവിടെ ഒരു ഭാഗം നിങ്ങളുടെ ചിന്തയിലേക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് കൈമാറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ 10-ാം വാക്യം 11-ാം വാക്യം നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു: സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. 11-ാം വാക്യത്തിൽ കാണുന്നു: സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. ഞാൻ പല സമയങ്ങളിലും എൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറയുന്ന ഒരു വാക്ക് അതിപ്രകാരമാണ്: ദൈവം നീതിമാനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ആ ഉപവാസം 7 ദിവസത്തെ ഉപവാസമായിക്കൊള്ളട്ടെ, 21 ആയിക്കൊള്ളട്ടെ, 40 ആയിക്കൊള്ളട്ടെ ഒക്കെ ശരിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആരോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടായിരിക്കണം. കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ നീതിമാനായ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? നീതിയോടെ മാത്രം വിധിക്കത്തുള്ളൂ, നീതിയോടെ മാത്രം പ്രവർത്തിക്കത്തുള്ളൂ. നമ്മുടെ വിഷയത്തിനകത്തും അല്ലെങ്കിൽ നമ്മളിൽ ഒരു നീതി ഉണ്ടെങ്കിൽ, നമ്മളിൽ യഥാർത്ഥമായ അനീതി ഒന്നും കൂടാതെയാണ് ഒരു വിഷയം ദൈവത്തിന് സമർപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ വിഷയത്തിനകത്ത് പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഒരുപക്ഷെ യാതൊരു നീതിയും ഇല്ലായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ടായിട്ടും അത് മറച്ചു വെച്ചുള്ള പ്രാർത്ഥനയാണെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് നീതിയോടെ മാത്രം പ്രവർത്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയുന്ന പോലെ ഇരുട്ടിൽ അതുപോലെ തന്നെ വെളിച്ചത്തിൽ, ഇതിനകത്ത് ഏതിൽ വസിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനാണെങ്കിൽ പറയും എനിക്ക് വെളിച്ചത്തിൽ വസിക്കാൻ ആഗ്രഹം. എന്നാൽ ഇവിടെ വെളിച്ചത്തിൽ ഒരുവിന് വസിക്കണം എന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ എടുക്കേണ്ടതായ ചില തീരുമാനങ്ങളുണ്ട്. ആ വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അകറ്റി നിർത്തേണ്ടതായ ചില വിഷയങ്ങളുണ്ട്, മാറ്റി നിർത്തേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. അതേസമയം അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായ ചില വിഷയങ്ങളുണ്ട്. ഇവിടെ വായിക്കുമ്പോൾ ഒരു കാര്യം, അതായത് ആദ്യ സ്നേഹം എന്നുള്ള ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുന്നുണ്ട്: സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. അതായത് നമ്മുടെ സ്വന്തം ഭവനത്തിലുള്ള സഹോദരൻ്റെ കാര്യം മാത്രമല്ല, നമുക്കറിയാം നമ്മളായിരിക്കുന്ന സഭ അല്ല, നമുക്ക് ചുറ്റുപാടൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. എന്നാൽ ഇവിടെ പറഞ്ഞു സഹോദരനെ സ്നേഹിക്കുന്നവൻ, നിങ്ങൾ സഹോദരൻ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന അഭിനയത്തിൻ്റെ കാര്യമല്ല, കൈ കൊടുക്കും, ചിരിക്കും ഒക്കെ ചെയ്യും, എങ്കിലും അകത്തളങ്ങളിൽ ആളുമായിട്ട് ഒരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ദൈവം പ്രസാദിക്കത്തില്ല. പക്ഷേ ആ ഒരു അഭിനയമല്ല, യഥാർത്ഥമായി ഹൃദയത്തിൽ നിന്നുള്ളൊരു സ്നേഹമാണെങ്കിൽ ഇവിടെ പറയുന്നു സഹോദരനെ സ്നേഹിക്കുന്നവൻ അവനാണ് വെളിച്ചത്തിൽ വസിക്കുന്നത്. അവരുടെ ഇടയിൽ എന്തുണ്ടാകത്തില്ല? ഇടർച്ച ഉണ്ടാകാൻ സ്വർഗം അനുവദിക്കത്തില്ല. എന്നാൽ മറുഭാഗം ഇതിനുണ്ട്. ഒരു നാണയത്തിന് ഇരുവശമുള്ളതുപോലെ മറുഭാഗമുണ്ട്. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. കേൾക്കുക, സഹോദരനെതിരായിട്ട് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു ചർച്ചിലാണെങ്കിൽ കാണുമ്പോഴൊക്കെ ഭയങ്കര ശരിയാണ്, ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനമൊക്കെ നടത്തും. എങ്കിലും അവർ മാറുമ്പോൾ അവർക്കെതിരെ സംസാരിക്കുകയും ഹൃദയത്തിൽ നിന്ന് ഒരടുപ്പമില്ലാതെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഇടർച്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ കൂടുതലൊന്നും ചിന്തിച്ചില്ലെങ്കിലും ദൈവം നമ്മളെ നോക്കുന്നത് പുറമേയുള്ള അഭിനയത്തല്ല, അകത്തളങ്ങളിലുള്ള ആ ഹൃദയത്തെ കർത്താവ് നോക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ കർത്താവ് തൂക്കി നോക്കുമ്പോൾ, ഇങ്ങനെ തൂക്കി നോക്കുമ്പോൾ അറിയാം, ഇത്രയൊക്കെ പകയും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ടാണ് ദൈവത്തിൽ ഇരിക്കുന്നതല്ലേ എന്ന് ചോദിക്കാനിടയായി തീർന്നു. കാരണം ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഇവിടെ പറയുന്നു സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവൻ്റെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവൻ എങ്ങോട്ട് പോകുന്നതെന്നൊന്നും അറിയത്തില്ല, എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്, ലക്ഷ്യമില്ല, വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക,
നമ്മൾ മറ്റൊരു കാര്യം, നമ്മളൊക്കെ ആരാധിക്കുന്നവരായിരിക്കാം, വളരെ സന്തോഷം. നിങ്ങൾ ആത്മാവിലും സത്യത്തിലൊക്കെ ആരാധിക്കുന്നവരായിരിക്കാം, വളരെ സന്തോഷം. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയാം, അടിസ്ഥാനം ഉറപ്പിക്കാം. എന്താണ് അടിസ്ഥാനം? ഇവിടെ നാം കേട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവസ്നേഹം ഉണ്ടായിരിക്കണം, ഒരാദ്യ സ്നേഹം ഉണ്ടായിരിക്കണം. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് മാത്രം പ്രയോജനമുള്ളൂ. അഭിനയത്തിൽ ഒരുപക്ഷെ ലോകത്തിൽ അതിന് സ്ഥാനമുണ്ടായിരിക്കും, അഭിനയത്തിൽ. പക്ഷേ ദൈവസന്നിധിയിൽ അഭിനയത്തിനല്ല സ്ഥാനം. പിന്നെയോ ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ സ്നേഹം, ഒരുവനെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ, കൂട്ടു സഹോദരങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ, സഭയിലുള്ള കൂട്ടുവിശ്വാസികളെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഇവിടെ പറയുന്ന പോലെ ഇന്നൊരു തീരുമാനമെടുക്കാം. ഇരുട്ടിൽ വസിക്കണോ, വെളിച്ചത്തിൽ വസിക്കണോ? സഹോദരനെ സ്നേഹിക്കാനും വയ്യ, പക്ഷെ എനിക്ക് വെളിച്ചത്തിൽ വസിക്കണം, അത് നടക്കത്തില്ല. ഇവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങൾ വെളിച്ചത്തിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റൂട്ട് വിട്ടു മാറണ്ടായെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണ് കുരുടാകണ്ടായെന്നുണ്ടെങ്കിൽ, സഹോദരനെ പകയ്ക്കാതെ നിങ്ങൾ നടക്കുമെങ്കിൽ സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ സഹോദര സ്നേഹവുമായിട്ട് അല്ലെങ്കിൽ ആ ദൈവസ്നേഹവുമായിട്ട് മുൻപോട്ട് പോകുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചിന്തയിൽ നിന്ന് ഇരുന്നു കൊടുക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളം